എല്ലാ വിദ്യാർത്ഥികൾക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഠാക്കൂർ കാ ഖ്വാം എന്ന പ്രേംചന്ദിൻ്റെ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. ഈ ആക്ടിവിറ്റീസ് മുഴുവനും നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് അന്ന് തന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ 4ാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. മുകേഷ് നൗട്ടിയാൽ എഴുതിയിട്ടുള്ള ബസന്ത് മേരെ ഖാവ് എന്നുള്ള ലേഖനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. 1971 ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയോഗ് എന്ന സ്ഥലത്താണ് മുകേഷ് നൗട്ടിയാൽ ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് ബസന്ത് മേരെ ഖാവ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടത്തുന്ന ഒരു ഉത്സവത്തെക്കുറിച്ചിട്ടും ആ സ്ഥലത്തെ കാലാവസ്ഥയുടെ വ്യതിയാനത്തെക്കുറിച്ചിട്ടുമൊക്കെയാണ് ഇവിടെ ഈ ലേഖനത്തിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ഹിമാലയത്തിലെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഹിമാലയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഈ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നു. ഓക്കെ, പാഠഭാഗത്തിലേക്ക് വരാം. ബസന്ത് മേരെ ഖാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിലെ വസന്തം, വസന്തോത്സവം എന്നൊക്കെ പറയാം. മുകേഷ് നൗട്ടിയാൽ. मकर संक्रांति के बाद सूरज पंचाचूली के शिखरों से चौकंबा पर्वत की तरफ गिस्किना शुरू कर देता है. മകര സംക്രാന്തിക്ക് ശേഷം സൂര്യൻ പാഞ്ചാച്ചൂലി പർവ്വതത്തിൽ നിന്നും ചൗകമ്പ പർവ്വതത്തിലേക്ക് തെന്നിമാറാൻ തുടങ്ങും. ഗിസ്കിന കർദേത്താണ് തെന്നിമാറും. ദാദി कहती थी कि जेठ तक सूरज हर सुबह बलिशत पर ചലാക് മാർത്തായ. എൻ്റെ മുത്തശ്ശി എന്നോട് പറയുമായിരുന്നു, ജ്യേഷ്ഠമാസം വരെ സൂര്യൻ ബാലിശത് പർ ചലാക് മാർത്തായ, തെന്നി മാറിക്കൊണ്ടിരിക്കുന്നു. ജ്യേഷ്ഠമാസം എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിലെ ഏപ്രിൽ മെയ് മാസത്തിനെയാണ് ജ്യേഷ്ഠമാസം എന്ന് ഉദ്ദേശിക്കുന്നത്. पंचाचूली से चौखंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. പഞ്ചാചൂലി പർവ്വതത്തിൽ നിന്നും ചൗകമ്പ പർവ്വതത്തിലേക്ക് സൂര്യൻ എത്താൻ 4 മാസം പൂർണ്ണമായിട്ടും വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലുള്ള ഹിമാലയ പ്രദേശത്തിലുള്ള ഭൂമിയുടെ അവസ്ഥകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി पंचाचूली की 5 बर्फनी चोटियों और चौकंबा के 4 शिखरों के बीच में जो पहाड़ नजर आ रहा है वह नंदा पर्वत. പഞ്ചാചൂലിയിലെ 5 മഞ്ഞുമൂടിയ മലകൾക്കും ചൗകമ്പയിലെ 4 മലകൾക്കും കൃത്യമായി ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് നന്ദപർവ്വതം. പഞ്ചാചൂലിയിലെ 5 മഞ്ഞുമൂടിയ മലകൾക്കും ചൗകമ്പയിലെ 4 മലകൾക്കും നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് നന്ദപർവ്വതം. സൂരജ് പഞ്ചാചൂലി സെ ഗിസ്ക് കർ ജബ് നന്ദപർവ്വത തക് പഹുഞ്ചാ തോ. സൂര്യൻ പഞ്ചാചൂലിയിൽ നിന്നും തെന്നി മാറി നന്ദപർവ്വതത്തിന്റെ അടുത്തെത്തുമ്പോൾ തോ പഹാഡോ മേ ഫ്ലോലി കെ പീലെ ഫൂൽ ഖിൽനെ ലഗ്തേ. പർവ്വതത്തിൽ ഫ്ലോലി എന്ന് പറഞ്ഞുള്ള ഒരു മഞ്ഞപ്പൂവ് വിരിയും. ഫ്ലോലി എന്ന് പറഞ്ഞ ഒരു മഞ്ഞപ്പൂവ് വിരിയും. पहाड़ी ढलानों पर खूबसूरती से कटे सिटी नुमा खेतों में गेहूं की हरियाली के बीच सारसों की पिलाई पसर जाती है. പർവ്വതത്തിന്റെ താഴ്വശങ്ങളായി ഇങ്ങനെ സ്റ്റെപ്പുകളായി സ്ഥിതി ചെയ്യുന്ന പാടഭാഗങ്ങളിൽ, മനോഹരമായിട്ടുള്ള പാടഭാഗങ്ങളിൽ എന്താണ് ഉണ്ടാവുന്നത്? ഗേഹും കി ഹരിയാലി കെ ബീച്ച്, ഗോതമ്പിന്റെ പച്ചപ്പുകൾക്കിടയിൽ സർസോം കി പിലായി പസർ ജാത്തി ഹെ, കടുകുമണിയുടെ മഞ്ഞപ്പൂക്കൾ പ്രത്യക്ഷപ്പെടും. ഈ സമയത്ത് എപ്പോൾ സൂര്യൻ പഞ്ചാചൂലിയിൽ നിന്നും തെന്നിമാറി നന്ദപർവ്വതത്തിന്റെ അടുത്തെത്തുമ്പോഴുള്ള ഭൂമിയിലുണ്ടാകുന്ന മാറ്റം.
ബസന്ത് ബൗരാനെ ലഗ്ത, ആ സമയത്താണ് വസന്തോത്സവം അതിൻ്റെ ഉന്മാത്താവസ്ഥയിലാവുന്നത്. ആ സമയത്താണ് അവിടെ വസന്തോത്സവം ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് പഹാടി ടലാനോ പർ ഖൂബ്സൂരത്തി സെ കട്ടെ സിറ്റിനുമാ കേതു, പർവ്വതത്തിന്റെ താഴ്വശങ്ങളിൽ സ്റ്റെപ്പുകളായിട്ടുള്ള മനോഹരമായ പാടങ്ങളിൽ ഗേഹും കി അരിയാലി കെ ബീച്ച്, ഗോതമ്പിന്റെ പച്ചപ്പുകൾക്കിടയിൽ സർസോം കി പലായി പസർ ജാത്തിയെ, കടുകുമണിയുടെ മഞ്ഞപ്പൂക്കൾ പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്താണ് ഈ മുകേഷ് നൗട്ടിയാലിന്റെ ഗ്രാമത്തിലെ വസന്തോത്സവം ആഘോഷിക്കുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ഈ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ബസന്ത് ഫൂൽ ദേഹിക്ക ത്യോഹാർ ലേക്കറാത്ത, വസന്തം പുഷ്പദേവതയുടെ ഉത്സവമായിട്ടാണ് വരുന്നത്. ഫൂൽ ദേഹി എന്ന് പറഞ്ഞാൽ പുഷ്പദേവത. എന്തൊക്കെയാണ് ഈ ഉത്സവത്തിന് അവർ ചെയ്യുന്നത്? ദേർ ഷാം തക്ക് ബച്ചെ ഫൂൽ ചുൻതെ, കുട്ടികൾ വൈകുന്നേരം രാത്രിയാവോളം പൂക്കൾ ശേഖരിക്കുന്നു. ഫൂൽ ചുൻതെ എന്ന് പറഞ്ഞാൽ പൂക്കൾ എടുത്തു വെക്കുന്നു. ഇൻ ഫൂലോം കോ റിംഗിൾ ബാംസ് की एक प्रजाति से बनी घास तरह की टोकरियों पर रखा जाता, ഈ പൂക്കളെ റിംഗിൾ എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടയിൽ ഈ പൂക്കൾ കൊണ്ടുപോയി നിക്ഷേപിക്കും. എന്നിട്ടോ ടോക്കരിയും കോ രാത് പർ പാനി സെ ഭരി കാകരോം കെ ഊപ്പർ രഖാ ജാത്താ, ഈ കുട്ടകളെ ഒരു കുടത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കും. വെള്ളം നിറച്ച ഒരു കുടത്തിന്റെ, കാകരം എന്ന് പറഞ്ഞാൽ ഒരു കുടം, ആ കുടത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കും. താക്കി, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? വേ സുബഹ് തക്ക് മൂർച്ച നപ്പായ, രാവിലെ വരെ വാടാതിരിക്കാൻ, മൂർച്ച എന്ന് പറഞ്ഞാൽ വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സുബഹ് പൗ ഫട്തേ ഹി ബച്ചോं की टोलियां गांव पर घूमती है, അതിരാവിലെ തന്നെ, അതാണ് പൗ ഫട്തേ എന്ന് പറഞ്ഞാൽ അതിരാവിലെ തന്നെ കുട്ടികളുടെ കൂട്ടം ഗാവ് പർ ഘൂംതി ഹെ, ഗ്രാമങ്ങൾ തോറും ചുറ്റിക്കറങ്ങുന്നു. പിछली शाम चुने गए फूल घरों की देहरियों पर सजाए जाते, കഴിഞ്ഞ ഈ വൈകുന്നേരം അവർ ശേഖരിച്ച പൂക്കൾ കൊണ്ട് അവർ ഈ അവിടുത്തെ കുടിലുകളുടെ മുൻവശം അലങ്കരിക്കും. അതാണ് സജായ ജാത്തെ, കുടികളുടെ മുൻവശം അലങ്കരിക്കും. जिनके घरों में फूल सजाए जाते हैं वे बच्चों को चावल गुड़ दाल आदि देते हैं, ഏതൊക്കെ വീടുകളിലാണോ ഈ കുട്ടികൾ പൂവ് കൊണ്ട് അലങ്കരിക്കുന്നത് ആ വീട്ടുകാർ ബച്ചോങ്കോ ചാവൽ, അവർ കുട്ടികൾക്ക് ചാവൽ അരി കൊടുക്കും, ഗുഡ് ശർക്കര കൊടുക്കും, ദാൽ പരിപ്പ് മുതലായ സാധനങ്ങളൊക്കെ അവർ കൊടുക്കും. ദക്ഷിണ മേ മിലി യഹ് സാമഗ്രി പൂരെ 21 दिन तक इकट्ठा की जाती है, ദക്ഷിണയായി ലഭിച്ച ഈ സാധനങ്ങൾ, ഈ വസ്തുക്കൾ 21 ദിവസം കുട്ടികൾ ശേഖരിച്ചു വെക്കും. അതാണ് 21 दिन, 21 ദിവസം ഇക്കട്ട എന്ന് പറഞ്ഞാൽ ശേഖരിച്ചു വെക്കും. ഫൂൽ ദേഹി കി വിദായി കെ സാത്ത് വസന്ത് കാ യഹ് ഉത്സവ് സമാപ്തം, അങ്ങനെ പുഷ്പദേവത വിടവാങ്ങുന്നതോടുകൂടി വസന്തോത്സവം സമാപിക്കുന്നു. അന്തിം ദിൻ, അവസാന ദിവസം, ഫൈനൽ ഡേ, इकट्ठी की गई सामग्री से सामूहिक बोझ बनाया जाता है, ശേഖരിച്ചു വെച്ചിട്ടുള്ള ഈ വസ്തുക്കൾ കൊണ്ട് അവർ എന്ത് ചെയ്യും? ഒരു സാമൂഹിക ബോജ്, ഒരു സമൂഹ സദ്യ നടത്തും. ഇസ് ആയോജൻ മേ ബഡോं की भूमिका केवल सलाह देने तक सीमित होती है, ഈ പരിപാടിയിൽ, ഈ ഇങ്ങനെയുള്ള നടക്കുന്ന പരിപാടികളിലൊക്കെ ബഡോं की ഭൂമിക, മുതിർന്നവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് കേവൽ സലാഹ് ദേനെ തക്ക് സീമിത होती है, കേവലം കുട്ടികൾക്ക് ഉപദേശം, സലാഹ് ഉപദേശം കൊടുക്കുക എന്നുള്ളതായിട്ട് മാത്രമാണ്. ബാക്കി സാരേ കാം ബച്ചേ കർത്തേ, ബാക്കിയുള്ള മുഴുവൻ ജോലികളും ചെയ്യുന്നത് കുട്ടികളാണ്. उत्तराखंड के हिमालय अंचल में फूल देही से बड़ा बच्चों का कोई दूसरा त्योहार नहीं, ഉത്തരാഖണ്ഡിലുള്ള ഹിമാലയ പ്രദേശങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി ഇതിലും വലിയൊരു ഉത്സവമില്ല. അപ്പോൾ ഏറ്റവും വലിയ കുട്ടികളുടെ ഉത്സവം ഏതെന്ന് ചോദിച്ചാൽ ഈ വസന്തോത്സവമാണ് അവിടെ. അപ്പോൾ ഈ വസന്തോത്സവത്തെക്കുറിച്ച്, എങ്ങനെയാണ് വസന്തോത്സവം നടത്തുന്നത്, കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോ നന്നായിട്ട് കാണണം, എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ മുതിർന്നവരുടെ ഉത്തരവാദിത്തം എന്താണ്? ഇത് ഒരിക്കൽ ചോദിച്ചതാണ്. സലാഹ് ദേനെ തക്ക്, കേവലം ഉപദേശം നൽകാൻ മാത്രമാണ് മുതിർന്നവരുടെ जोली. उधर बच्चे फूल देही के जश्न में शामिल होते हैं और इधर बड़े
ടോൾ ടമാവ് കി ദാപ്പ് പർ ചൈത്തി ഗീത് ഗാത്തെ. ഒരു ഭാഗത്ത് കുട്ടികൾ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് മുതിർന്ന ചില ആളുകൾ ഈ ചെണ്ടയും മറ്റു വാദ്യോപകരണങ്ങളൊക്കെ കൂടിയിട്ട് അവർ പാട്ട് പാടും, നാടൻ പാട്ട് പാടും. അതാണ് ചൗത്തി ഗീത്. ഇൻ ഗീതോ മേ പാണ്ഡവോ കി ഹിമാലയ യാത്രയ്ക്ക് കിസ്സയോത്തെ. ഈ പാട്ടുകളിലെ പാണ്ഡവന്മാർ ഹിമാലയ യാത്ര നടത്തിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അവർ പഹാഡോ കെ വീരോ കി ശൗര്യ ഗാഥായം പി ഷാമിൽ ഹോത്തി. പർവ്വതങ്ങളിൽ അവർ നടത്തിയ വീരകഥകളൊക്കെ ഈ പാട്ടുകളിൽ ധാരാളമായിട്ട് കേൾക്കാം. परंपरागत रूप से चौथी गीत गाने वाले औजी जब गांव में दमकते तो वहां भीड़ जम जाती है. പരമ്പരാഗത ഡ്രസ്സൊക്കെ ധരിച്ച് സാധാരണ രീതിയിൽ അവർ എല്ലാ വർഷവും ആഘോഷിക്കുന്ന പോലെ ഈ പാട്ടും നാടൻ പാട്ടും ഒക്കെ പാടി അവർ ഗ്രാമത്തിന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ അവിടെ ആൾക്കൂട്ടം കൂടും. ബസന്ത് മേ സംഗീത് കെ സുർ ദുൽ ജാത്തെ. ആ സമയത്ത് ബസന്തത്തിൽ സംഗീതങ്ങൾ മുഴങ്ങി ഇങ്ങനെ കേൾക്കാം. വസന്തോത്സവത്തിന്റെ സംഗീതം ആ സമയത്ത് അവിടെ കേൾക്കാം. ഓക്കെ, അപ്പൊ ഒരു ഭാഗത്ത് കുട്ടികൾ ഈ പൂക്കളും ഉത്സവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മറുഭാഗത്ത് ചില ആളുകൾ ചെണ്ടയും മറ്റു വാദ്യോപകരണങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഗ്രാമങ്ങളിലേക്ക് ഉള്ളിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ വസന്തോത്സവത്തിന്റെ സംഗീതം മുഴച്ചു കേൾക്കാം. വസന്തോത്സവം മുഴുവനായിട്ട് കേൾക്കാം. ഇനി അടുത്ത ഭാഗം നോക്കൂ. बसंत की गुनगुनी धूप जब दोपहरी में दबाने लगती है तब ऊंचे हिमालयी शिखरों पर बुरांस चटकने लगते हैं. വസന്തത്തിലെ മങ്ങിയ വെയിൽ ഉച്ചയോടുകൂടി സ്ട്രോങ് ആവുന്നു, തപാനെ ജ്വലിക്കാൻ തുടങ്ങുന്ന സമയത്ത് തബ ഊഞ്ചെ ഹിമാലയ ശിഖരവും പർ ബുറാംസ് ചടക്കിനെ ലഗ്തേ. ഹിമാലയത്തിന്റെ ഉയരങ്ങളിൽ, ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പിലെ ബുറാംസ് എന്ന് പറഞ്ഞ പൂവ് വിരിയാൻ തുടങ്ങും. बुराम्स पूവ് വിരിയാൻ തുടങ്ങും. ബുറാംസ് കെ ഫൂൽ പഹാഡോ പർ ശാന്താർ ലാലിമ ബിച്ഛാ ദേത്തെ. ഈ ബുറാംസ് എന്നുള്ള പൂവ് പർവ്വതത്തെ ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുന്നു. ശാന്താർ ലാലിമ എന്ന് പറഞ്ഞാൽ ഭംഗിയായ ചുവന്ന കളർ ആ പർവ്വതത്തിന് നൽകുന്നു. ഏത് പൂവ്? ബുറാംസ് എന്ന് പറഞ്ഞ പൂവ്. मकर संक्रांति से तपता सूरज अब नंद पर्वत से चौखंबा पर्वत की ओर बढ़ने लगाता है. മകര സംക്രാന്തിക്ക് ശേഷം വീണ്ടും ജ്വലിക്കുന്ന സൂര്യൻ നന്ദപർവ്വതത്തിൽ നിന്നും ചൗകമ്പ പർവ്വതത്തിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങും. ആ സമയത്ത് ഗംഗാമേ പാനി കി ധാര തേസ് ഹോ ജാത്തി. ആ സമയത്ത് ഗംഗയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് ഒഴുക്ക് കൂടും. അതുവരെ ഒഴുകുന്ന കൈ സ്പീഡിൽ ഒഴുകും. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशुचारक वापस घरों को लौटने लगते हैं. തണുപ്പുള്ള മഞ്ഞുമൂടിയ കാലാവസ്ഥയിൽ ആ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളുകൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിട്ടുള്ള ഈ ആട്ടിടയന്മാരൊക്കെ തിരിച്ച് നാട്ടിലെത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ചൗകമ്പ പർവ്വതങ്ങളിലേക്ക് പതുക്കെ നീങ്ങുന്ന സമയത്ത് തങ്ങളുടെ നാട്ടിൽ മഞ്ഞു മൂടിയ സമയത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയ ആട്ടിടയന്മാർ തിരിച്ചു വരുന്ന സമയം കൂടി. മഹീനോം തക്ക് ഫൈലെ ചരാഗാവോം घने जंगलों और अनजान बस्तियों में भड़कने के बाद अपने घर लौटने की खुशी उत्सव का माहौल ले जाती. മാസങ്ങളോളം വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലും ഇടതൂർന്ന കാടുകളിലും അറിയാത്ത കോളനികളിലും അലഞ്ഞു തിരിഞ്ഞ ഈ ആട്ടിടയന്മാർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അതൊരു ഉത്സവ പ്രതീതിയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ ഇങ്ങനെ പറയാം, പിന്നെ പാഞ്ചാചൂലി പർവ്വതത്തിന് മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ ഗ്രാമത്തിൽ നന്നായിട്ട് ശക്തമായ മഞ്ഞും നല്ല തണുപ്പൊക്കെയാണ്. ആ സമയത്ത് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ജീവികളെയും കൂട്ടി, അവിടെ വളർത്തുന്ന ജീവികളെയൊക്കെ കൂട്ടി അവർ വിശാലമായ മറ്റ് കാടുകളിലേക്കും മേച്ചിൽപ്പുറങ്ങളിലേക്കും അറിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. സ്വാഭാവികമായിട്ടും അവർ തിരിച്ചു വരുന്നത് എപ്പോഴാണ്? അവരുടെ നാട്, അവർ ജീവിച്ച ഗ്രാമങ്ങളിൽ മഞ്ഞൊക്കെ മാറി സാധാ കാലാവസ്ഥയാവുന്ന വരുന്ന സമയത്താണ് അവർ തിരിച്ചു വരുന്നത്. ആ സമയത്ത് അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. വേ ഗീത് ഗാത്തെ, അവർ ആ സമയത്ത് പാട്ട് പാടും, നാച്തെ നൃത്തം ചെയ്യും,
पशु चारकों के साथ उनकी भेड़ बकरियां घोड़े ഗച്ചർ അവർ കുത്തെ भी होते ഈ ആട്ടിടയന്മാരുടെ കൂടെ ആരൊക്കെയുണ്ട്? ബേഡ് ആടുണ്ട്, ചെമ്മരി ആടുണ്ട്, ബക്രിയ ആടുകളുണ്ട്, ഘോടെ കുതിരകളുണ്ട്, ഗച്ചർ കോവർ കഴുതകളുണ്ട്, അവർ കുത്തെ നായ്ക്കളുണ്ട്. ഇതൊക്കെ അവരുടെ കൂടെ പോകുന്ന ജീവികളാണ്. रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है. അവർ പോകുന്ന വഴികളിലെ ഗ്രാമങ്ങളുമായിട്ട് അവർക്ക് വലിയ ഗ്രാമങ്ങളുമായിട്ടുള്ള ആളുകളുമായിട്ട് അവർ വലിയ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. ലേൻദേൻ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് നടത്തുന്നത്? വേ ജാൻവരോं के साथ साथ कीड़ा चढ़ी करण और चुरु जैसी दुर्लभ हिमालयी जड़ी व औषधियां भी बेचते. അവർ മൃഗങ്ങളെ കച്ചവടം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല കീടാചെടി, ഔഷധങ്ങള്, വേരുകള്, ഇങ്ങനെയുള്ള ഹിമാലയത്തിൽ മാത്രം കിട്ടുന്ന പച്ചമരുന്നുകൾ, ഇതൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കടന്നു പോകുന്ന ഗ്രാമങ്ങളിലെ ആളുകളുമായിട്ട് കച്ചവടം നടത്തുന്നു. ഇൻ ഗാവോം സേ ഇൻകാ സദിയോ കാ റിശ്ത. ഈ ഗ്രാമങ്ങളുമായിട്ട് ഇവർക്ക് നൂറ്റാണ്ടുകളായിട്ട് ബന്ധമുണ്ട്. സതി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട്, റിശ്ത എന്ന് പറഞ്ഞ ബന്ധം. ഇസ്ലിയെ ഉസി വക്ത് പൂരി കീമത്ത് ചുക്കാന ജരൂരി നെഹിമത്ത. അതുകൊണ്ട് തന്നെ കച്ചവടം നടത്തുന്ന സമയത്ത് മുഴുവനായിട്ട് പൈസ അവർ കൊടുക്കൂല. ഇപ്പൊ ഒരു ജീവിയെ വിറ്റാൽ അതിന്റെ പൈസ മുഴുവനായിട്ട് അവർ ഗ്രാമവാസികളിൽ നിന്ന് വാങ്ങൂല. ബർഫിലെ മൗസം മേ നിച്ചലെ ഇലാഖോं की ओर जाते वक्त पुरानी वसूली की जाती है. വീണ്ടും മഞ്ഞ് കാലം വരുന്ന സമയത്ത് ഇവർ വീണ്ടും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഗ്രാമങ്ങളിലുള്ള പഴയ കണക്ക് ഇവർ തീർക്കും. मजे की बात है कि नकद उधार के आगंडे कहीं दर्ज नहीं होते. ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം, കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ ആകണ്ടെ കഹിൻ ദർസ് നെഹിമൊത്തെ, ഒരു കണക്ക് അവർ എഴുതി സൂക്ഷിക്കാറില്ല. കൃത്യമായിട്ടുള്ള രേഖയോ മറ്റു കാര്യങ്ങളോ ഒന്നും അവരുടെ കയ്യിൽ ഇല്ല. പിന്നെ എന്ത് മാത്രമാണുള്ളത്? ആപ്പസി വിശ്വാസ് കെ ദം പർ വർഷം സെ യഹാം യഹി ലേൻ ദേൻ ചല. പരസ്പരമുള്ള വിശ്വാസമാണ് ഈ കച്ചവടത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതായത് പരസ്പരമുള്ള അവർക്ക് തമ്മിലുള്ള ഈ വിശ്വാസമാണ് ഈ കച്ചവടത്തിലെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നർത്ഥം. അപ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പിന്നെ ഇവർ പോകുന്ന വഴികളിലുള്ള ഗ്രാമവാസികളുമായിട്ട് ഇവർക്ക് നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇവർ വളരെ പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് മുകേഷ് നൗട്ടിയാൽ പറയും. ഇനി ബാക്കി നോക്കൂ. पशु चारकों के जत्थे जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सटकर बनी सर्पीली सड़क पर हलचल बढ़ जाती है. ഈ ആട്ടിടയ സംഘം അവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി गांव की जड़ में बहती गंगा से सटकर बनी सर्पीली सड़क पर हलचल बढ़ जाती. ഗ്രാമത്തിന്റെ സൈഡുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സർപ്പാകൃതിയിലുള്ള റോഡുകളിൽ, അതായത് ഗംഗാ നദിയുടെ സമീപത്തിലുള്ള സർപ്പാകൃതിയിലുള്ള റോഡുകൾ, അതാണ് ഇവിടെ പറഞ്ഞത് സർപ്പീലി സടക്ക്. ഹൽച്ചൽ പടിജാതി, ഈ റോഡുകളിൽ തിരക്ക് വർദ്ധിക്കും. ഹൽച്ചൽ പടിജാതി എന്നാണ് ആ റോഡുകളിൽ തിരക്ക് വർദ്ധിക്കും. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി और यमुनोत्री की ओर आने वाले पैदल यात्री दामों के कपाट खुलने से काफी पहले आने लग जाते. ഈ 4 ക്ഷേത്രങ്ങളിൽ, ഏത് 4 ക്ഷേത്രം? പ്രസിദ്ധമായിട്ടുള്ള ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര കവാടങ്ങൾ തുറക്കുന്നതിന് മുന്നേ തന്നെ ആളുകൾ കാൽനടയായിട്ട് ഈ ക്ഷേത്രങ്ങളുടെ മുന്നിലെത്തും. ക്ഷേത്രത്തിന്റെ കവാടം തുറക്കുന്നതിന് മുന്നേ തന്നെ അവർ കാൽനടയായിട്ട് ഇവിടെ എത്തും. സുദൂർ ദക്ഷിണ സേ ആനെ വാലി മഹാത്മാ കൈ ബാർ ഹമാരെ ഗാവ് തക് ആ ജാത്തെ. എന്നിട്ട് മുകേഷ് നൗട്ടിയൽ പറയണേ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് മഹാത്മാക്കൾ ഞങ്ങളുടെ ഗ്രാമം വരെ വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവർ ഈ പരിസരങ്ങളും ഗ്രാമങ്ങളൊക്കെ ചുറ്റിക്കാണുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്കും ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഉൻകെ ഹാത്ത് മേ ഏക് താരാഹത്തെ, അവരുടെ കയ്യിൽ ഒറ്റ കമ്പിയുള്ള ഒരു വാദ്യം ഉണ്ടാവും. ഒറ്റ കമ്പി മാത്രമുള്ള ഒരു ഉപകരണം. അവർ ഉസ്കെ സംഗീത് പർ വേ ഭജൻ ഗത്തെ, അതിൽ നിന്ന് വരുന്ന സംഗീതം കൊണ്ട് അവർ ഭജനിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ അതിലിങ്ങനെ വിരലിനൊടിച്ചുകൊണ്ട് അവർ ഇങ്ങനെ ഭജനം ചെയ്യും. ബദ്രിനാഥ് और केदारनाथ के मुख्य पुजारी आज भी दक्षिण भारत से नियुक्त होती है.
ബദ്രിനാഥിലെയും കേദാർനാഥിലെയും ക്ഷേത്രങ്ങളിലേക്ക് പൂജാരിമാരെ നിയമിക്കുന്നത് ഇപ്പോഴും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭൂമിയുടെ സൂര്യന്റെ ചലനങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട്, ഹിമാലയത്തിന്റെ താഴ്വരകളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ഭാഗം കൂടി എടുക്കാം. सूरज जब चौकंबा पर्वत के ठीक पीछे से उदय होने लगता तब जेठ शुरू हो जाती है. സൂര്യൻ കൃത്യം ചൗകമ്പ പർവ്വതത്തിന് പിന്നിലായിട്ട് ഉദിക്കുന്ന സമയത്ത് ജ്യേഷ്ഠമാസം ആരംഭിക്കും എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ഏപ്രിൽ മെയ് മാസത്തിന്റെ ആരംഭമാണ്. പഹാഡ് കി സടക്കും ഗാഡിയം സെ ഭർ ജാത്തി ഹൈ. പർവ്വതത്തിന്റെ ഈ പറഞ്ഞ വഴികളൊക്കെ വണ്ടികളെ കൊണ്ട്, വാഹനങ്ങളെ കൊണ്ട് നിറയും. അപ്പിനെ ഗർ കി ചത്ത് സെ ജബ് മേ ബദ്രിനാഥ് യാത്രാ മാർഗ് കി ഭീഡ് ദേഖ്താ ഹൂം. ഞാൻ എൻ്റെ വീടിന്റെ മട്ടുപ്പാവിൽ കയറി ഇരുന്നിട്ട് ബദ്രിനാഥ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ നോക്കുന്ന, ആ വഴിയിലെ തിരക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് തോ ഭൂൽ ജാത്ത ഹൈ, എനിക്കൊരു കാര്യം ഇങ്ങനെ മറന്നു പോവാണ്. എന്താണ് മറന്നത്? കി മഹജ് 2 മഹീനെ പഹലെ ഏക് ഘാട്ടി ഏക്ദം ശാന്ത്. 2 മാസം മുന്നേ ഈ താഴ്വരയിലെ റോഡുകൾ നോക്കുമ്പോൾ ഏക്ദം ശാന്ത്, തികച്ചും വിജനമായ സ്ഥലമായിരുന്നു എന്ന് ഞാൻ മറന്നുപോവാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എങ്ങനെയാണ്? വാഹനങ്ങളെ കൊണ്ടും ആളുകളെ കൊണ്ടും നിറഞ്ഞ ഈ വഴി 2 മാസം മുന്നേ തീർത്തും വിജനമായ ഒരു വഴിയായിരുന്നു എന്ന കാര്യം ഞാൻ മറന്നുപോകും. സദിയോം സേ യഹ് ഋതുചക്ര യൂം ഹി ചൽത്താ ആ രഹാ. നൂറ്റാണ്ടുകളായി ഈ കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാലയ അപ്പിനി ജഗ മൗജൂദ് ഹെ. ഹിമാലയൻ തന്റെ സ്ഥലത്ത് കൃത്യമായി നിലകൊള്ളുന്നു. സൂരജ് മുസ്തൗസി സെ അപ്പിനി യാത്ര കര. സൂര്യൻ അതിവേഗം തന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചാചൂലി കി 5 ചോട്ടിയോं की ओर से जब सूरज प्रकट होता. വീണ്ടും ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി അടിവരയിട്ട് പറയണേ. പഞ്ചാചൂലിയിലെ 5 മഞ്ഞുമൂടിയ പർവ്വത കുന്നുകൾക്ക് മുകളിൽ സൂര്യന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തബ് മേരെ ഗാവ് മേ ഹാട്ട് കമ്പ ദേനെ വലി ടണ്ട് പട്ടി. എൻ്റെ ഗ്രാമത്തിൽ മരം കോച്ചുന്ന തണുപ്പുണ്ടാവും. എല്ലിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള തണുപ്പ് എൻ്റെ ഗ്രാമത്തിൽ ഉണ്ടാവും. സൂരജ് ജബ് ചൗഗംബ കെ ശിഖർ സെ ഉദയ ഹെ തബ് ജേഠ് കി ഗർമി ചരം ഹോത്തി ഹെ. സൂര്യൻ ചൗഗംബയുടെ കുന്നിന്റെ മുകളിൽ ഉദിക്കുമ്പോൾ ജ്യേഷ്ഠമാസം ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടാകുന്നു എന്നർത്ഥം. തബ് ജെഠ് കി ഗർമി ചരം ഹോത്തി ഹെ. ഇൻ ദോനോ पर्वतों के बीच गड़े नंद पर्वत के आसपास सूरज की उपस्थित मेरे गांव में बसंत के बौराने के प्रतीक. ഈ 2 മലകൾക്ക് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നന്ദപർവ്വതത്തിന്റെ മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോഴാണ് എൻ്റെ ഗ്രാമത്തിൽ വസന്തോത്സവം ആഘോഷിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഓരോ സമയത്തും സൂര്യന്റെ ഉദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ താഴെ കൃത്യമായിട്ട് പറയുന്നു. പഞ്ചാചൂലിയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സ്ഥലത്ത് വളരെ തണുപ്പാണ്, മരം കൊച്ചുന്ന തണുപ്പാണ്. ആ സമയത്താണ് ഈ ആട്ടിടയന്മാർ മറ്റ് സ്ഥലങ്ങളിലെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നത്. തിരിച്ച് നന്ദപർവ്വതത്തിന്റെ മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോഴാണ് ഇവരുടെ നാട്ടിൽ വസന്തോത്സവം ആഘോഷിക്കുന്നത്. പിന്നെ ചൗഗംബ പർവ്വതത്തിന് മുകളിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഗംഗയിലെയും മറ്റുള്ള ആ സർപ്പീലി ആകൃതിയിലുള്ള, അതായത് സർപ്പാകൃതിയുള്ള റോഡുകളിലൊക്കെ തിരക്ക് വർദ്ധിക്കുന്നു. ധാരാളം ആളുകൾ എങ്ങോട്ട് വരുന്നു? ഈ ക്ഷേത്രങ്ങളിലേക്ക് അവർ ആരാധിക്കാനായിട്ട് വരുന്നു. ഓക്കെ. ദാദി കഹ്തി തി ജബ് തക് ഹിമാലയ രഹേഗ ഋതുവോ കെ ബദൽനെ കാ ഉല്ലാസ് ബനേഗ. എൻ്റെ മുത്തശ്ശി എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഏതുവരെ ഹിമാലയം ഉണ്ടാകുമോ അതുവരെ ഈ കാലാവസ്ഥയുടെ മനോഹരമായ മാറ്റങ്ങൾ നമുക്ക് കാണാം. അതിനർത്ഥം എന്താണ്? ഹിമാലയം എങ്ങാനും ഉരുകി നശിച്ചു തീർന്നാൽ കാലാവസ്ഥയിലുള്ള കാര്യമായ മാറ്റങ്ങൾ ഭൂമിയിൽ അനുഭവപ്പെടും. ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഹോംവർക്കുകളില്ല. പകരം നിങ്ങൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക, സംശയങ്ങളൊക്കെ വേഗം പെട്ടെന്ന് തീർക്കുക. ഓക്കെ.